നെക്സ്റ്റ് നമുക്ക് ലിക്വിഡ് അസറ്റ് എത്രയാണെന്ന് നോക്കാം. ലിക്വിഡ് അസറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ലിക്വിഡ് റേഷ്യോ തന്നിട്ടുണ്ട്. ലിക്വിഡ് റേഷ്യോ 1.5 ആണ്. ലിക്വിഡ് റേഷ്യോ 1.5 ആണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് എന്താണ്? ലിക്വിഡ് അസറ്റ് ഈസ് ടു കറണ്ട് ലയബിലിറ്റി ഈസ് ടു 1.5:1. ലിക്വിഡ് അസറ്റ് ഈസ് ടു കറണ്ട് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു 1.5:1 എന്നാണ് മീൻ ചെയ്യുന്നത്. ഒരു കറണ്ട് ലയബിലിറ്റിക്ക് പകരം എന്തുണ്ട്? 1.5 ലിക്വിഡ് അസറ്റ് ഉണ്ടെന്നാണ് മീൻ ചെയ്യുന്നതിനർത്ഥം. അപ്പം മുമ്പേ വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്തുകൊണ്ട് കറണ്ട് അസറ്റ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്തു അതേപോലെ തന്നെ നമുക്ക് എന്താണ് ലിക്വിഡ് അസറ്റും ഫൈൻഡ് ഔട്ട് ചെയ്യാം. 30,000 ഡിവൈഡ് ബൈ 1.5 ഇൻറ്റു 1.5 ചെയ്താൽ മതി. അത് ആ 1.5 രണ്ടും നമുക്ക് എന്താണ് കട്ട് ചെയ്ത് എത്ര തന്നെയായിരിക്കും? 30,000 തന്നെയാണ് ലിക്വിഡ് അസറ്റായിട്ട് കിട്ടുക. അപ്പോൾ കറണ്ട് അസറ്റ് 50,000 എന്നും ലിക്വിഡ് അസറ്റ് 30,000 എന്നും കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് എങ്ങനെ വാല്യൂ ചെയ്യാം? കറണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കറണ്ട് അസറ്റ് മൈനസ് ലിക്വിഡ് അസറ്റ് ആണ് ഈസ് ഈക്വൽ ടു 50,000 മൈനസ് 30,000 ഈസ് ഈക്വൽ ടു 20,000 ആയിരിക്കും. എങ്ങനെയാണെന്ത് നമുക്ക് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്യാവുന്നവർക്ക് അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണ്? സ്റ്റോക്ക് എന്ന് പറയുന്ന 20,000 എന്ന് കിട്ടി. അപ്പം ക്വസ്റ്റ്യനിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി 20,000 ആണല്ലോ. അപ്പോൾ കിട്ടിയല്ലോ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി താഴെ പറയുന്നതിൽ ഏത് യൂസ് ചെയ്യാൻ പറ്റില്ല? കനോട്ട് ബി യൂസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് പാർട്ട് 1-ൽ. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ഓപ്ഷൻ ബി സെക്യൂരിറ്റി പ്രീമിയം കളക്റ്റഡ് ഇൻ ക്യാഷ്. ഓപ്ഷൻ സി ക്യാപിറ്റൽ റിസർവ് അറൈസിങ് ഡ്യൂ ടു റീവാലുവേഷൻ ഓഫ് അസറ്റ്. അവിടെ നോട്ട് ചെയ്യുക, റീവാലുവേഷൻ ഓഫ് അസറ്റ്. ഓപ്ഷൻ ഡി ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ആഫ്റ്റർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. എല്ലാവർക്കും അറിയാം അല്ലേ? ആ വീഡിയോ കണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ക്യാപിറ്റൽ റിസർവ് അറൈസിങ് ഡ്യൂ ടു റീവാലുവേഷൻ ഓഫ് അസറ്റ്. അവിടെ നോട്ട് ചെയ്ത് പറഞ്ഞിരുന്നു, റീവാലുവേഷൻ അസറ്റ് റീവാല്യൂ ചെയ്ത എമൗണ്ട് നമുക്ക് ഒരിക്കലും എന്താണ് ബോണസ് ഇഷ്യൂവിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെ യൂസ് ചെയ്യാം? ഓപ്ഷൻ എയിൽ പറഞ്ഞ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് യൂസ് ചെയ്യാം. ഓപ്ഷൻ ബിയിൽ പറഞ്ഞ സെക്യൂരിറ്റി പ്രീമിയം കളക്റ്റഡ് ഇൻ ക്യാഷിൽ കളക്ട് ചെയ്ത സെക്യൂരിറ്റി പ്രീമിയം നമുക്ക് യൂസ് ചെയ്യാൻ. അതേപോലെ തന്നെ ഡിബഞ്ചർ റിഡീം ചെയ്ത് മിച്ചമുള്ള ബാലൻസ് ഉള്ള റിസർവ് നമുക്ക് എന്താണ് ബോണസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേറ്റ് ഓഫ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ഷുഡ് നോട്ട് എക്സീഡ്. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്താണെന്നറിയാലോ? ഈ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എത്ര എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 2.5% ഓഫ് ദ ഇഷ്യൂ പ്രൈസ് ഓഫ് ഷെയർസ്. Option B 5% of the issue price of shares. Option C 5% of the market price or 2.5% of the issue price of shares, whichever is less. Option D 2.5% of the market price or 5% of the issue price of shares, whichever is less. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 5% ഓഫ് ദ ഇഷ്യൂ പ്രൈസ് ഓഫ് ഷെയർസ്. ഇത് നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അതായത് പഠിച്ചു വെക്കുക. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ മാക്സിമം എത്ര വരെ കൊടുക്കാം, അല്ലെങ്കിൽ ഇതിന് മുകളിൽ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ റേറ്റ് കറക്റ്റ് പറയുന്നുണ്ട്. അത് എത്രയാണ് നമുക്ക് നോക്കാം. ആസ് പെർ സെബി ഗൈഡ് ലൈൻസ് ആൻഡ് പ്രൊവിഷൻസ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013, ദ മാക്സിമം റേറ്റ് ഓഫ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ദാറ്റ് കനോട്ട് ബി പെയ്ഡ് ഈസ് എങ്ങനെയാണ്? 5% ഓഫ് ദ ഇഷ്യൂ പ്രൈസ് ഇൻ കേസ് ഓഫ് ഷെയർസ്. ഷെയറാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഷെയറിൻ്റെ ഇഷ്യൂ പ്രൈസിൻ്റെ 5%, 5% എക്സീഡ് ചെയ്യാൻ പാടില്ല. അതൊന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ 2.5% ഓഫ് ദി ഇഷ്യൂ പ്രൈസ് ഇൻ കേസ് ഓഫ് ഡിബഞ്ചേഴ്സ്. നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചർ ആണെങ്കിൽ ഡിബഞ്ചറിൻ്റെ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ 2.5% എക്സീഡ് ചെയ്യാൻ പാടില്ല. എന്തിൻ്റെ 2.5 ആണ്? ഇഷ്യൂ പ്രൈസിൻ്റെ 2.5% കൂടുതൽ നമ്മൾ അണ്ടർ റൈറ്റിംഗ് കമ്മീഷനായിട്ട് കൊടുക്കാൻ പാടില്ല. അത് ഏതിൻ്റെ കേസിലാണ്? ഡിബഞ്ചർ ആണെങ്കിൽ. എന്നാൽ ഷെയർസ് ആണെങ്കിൽ എന്താണ്? ഇഷ്യൂ പ്രൈസിൻ്റെ 5% കൂടുതൽ നമുക്ക് എന്താണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷനായിട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ എന്താണ് ഈ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്? എന്താണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ?
Underwriting commission is a fee paid to underwriters for their services in selling securities in an initial public offering or other securities offering. അണ്ടർറൈറ്റേഴ്സിന് നമ്മൾ കൊടുക്കുന്ന കമ്മീഷനാണ് ആക്ച്വലി അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ. അപ്പോൾ ആരാണ് ഈ അണ്ടർറൈറ്റേഴ്സ്? നമ്മൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്, അത് ആദ്യം ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, നമ്മുടെ ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് അണ്ടർറൈറ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഒന്നെങ്കിൽ അവരെന്ത് ചെയ്യും, നമ്മുടെ ഷെയർസ് ഫുള്ളി അവർ സബ്സ്ക്രൈബ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ബാക്കിയുള്ള പോർഷൻസ് സബ്സ്ക്രൈബ് ചെയ്തോളാം എന്ന് പറയും. അങ്ങനെ പല രീതിയിലുള്ള അണ്ടർറൈറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിൻ്റെ സമയത്ത് നമ്മുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നവരാണെന്ത്, അണ്ടർറൈറ്റേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് കൊടുക്കുന്ന കമ്മീഷൻ അല്ലെങ്കിൽ ഫീസിനെയാണ് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറയുക. അപ്പോൾ ഏതൊക്കെ തരം അണ്ടർറൈറ്റേഴ്സ് ഉണ്ടെന്നും അണ്ടർറൈറ്റിംഗ് കമ്മീഷനൊക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ അത് തന്നെയാണ് ചോദ്യം ചോദിച്ചത്. അത് നമുക്ക് അപ്പോൾ ഒന്ന് ഡീൽ ചെയ്യാം. നോക്കാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഉണ്ടല്ലേ, ഓപ്പൺ അണ്ടർറൈറ്റേഴ്സ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ഫോർ അണ്ടർറൈറ്റിംഗ്. ക്വസ്റ്റ്യൻ മുമ്പത്തെ ക്വസ്റ്റ്യൻ അതാണ്, രണ്ട് ക്വസ്റ്റ്യനും അണ്ടർറൈറ്റിംഗിന് ഏരിയയിൽ നിന്ന് തന്നെയാണ്. ഇവിടെ ചോദിച്ചിരുന്നത് ഓപ്പൺ അണ്ടർറൈറ്റിംഗ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ഫോർ അണ്ടർറൈറ്റിംഗ്. ഏതാണ്? ഓപ്ഷൻ എ, ദ വോൾ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. ഓപ്ഷൻ ബി, എ പാർട്ട് ഓഫ് ദ വോൾ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. ഓപ്ഷൻ സി, ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് നോട്ട് സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്. ഓപ്ഷൻ ഡി, ടു ബൈ എ ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. അപ്പോൾ എന്താണ് ഓപ്പൺ അണ്ടർറൈറ്റിംഗ് എന്താണെന്നത് ആക്ച്വലി അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പൺ അണ്ടർറൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് നോട്ട് സബ്സ്ക്രൈബ്ഡ് ബൈ ദി പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തോളാം എന്ന് പറയുന്ന അണ്ടർറൈറ്റേഴ്സാണെന്ത്, ഓപ്പൺ അണ്ടർറൈറ്റേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി പല രീതിയിലുള്ള അണ്ടർറൈറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ഫേം അണ്ടർറൈറ്റിംഗ്, ഫസ്റ്റ് വൺ ആണ് ഫേം അണ്ടർറൈറ്റിംഗ്. ഇതർ അണ്ടർറൈറ്റർ എഗ്രി ടു ബൈ എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് റിഗാർഡ്ലെസ് ഓഫ് പബ്ലിക് എത്ര വാങ്ങുന്നുണ്ടോ ഇതൊന്നും നോക്കുന്നില്ല. ഞങ്ങൾ ഇത്ര സ്പെസിഫൈ ചെയ്ത നമ്പറിലുള്ള ഷെയർസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തോളാം എന്ന് എൻഷുർ ചെയ്യുന്ന അണ്ടർറൈറ്റേഴ്സിനെയാണ് എന്ത്, ഫേം അണ്ടർറൈറ്റിംഗ് അല്ലെങ്കിൽ ഫേം അണ്ടർറൈറ്റേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ അണ്ടർറൈറ്റേഴ്സ് എഗ്രി ടു ബൈ, അവർ എഗ്രി ചെയ്യുകയാണ് കമ്പനിയോട്, ഞങ്ങൾ ഇത്ര ഒരു 1000 ഷെയർസ് സ്പെസിഫൈഡ് ചെയ്യും, ഓൾറെഡി സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഷെയർസ് ഞങ്ങൾ വാങ്ങിക്കോളാം എന്ന് പറയുന്ന അണ്ടർറൈറ്റേഴ്സിനെയാണ് എന്ത്, ഫേം അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസാണ് ഓപ്പൺ അണ്ടർറൈറ്റിംഗ്. നമ്മൾ പറഞ്ഞത് അതിന് മറ്റൊരു പേര് പറയാനാണ് ഡീഫാൾട്ട് അണ്ടർറൈറ്റിംഗ് ആണ്. ദ അണ്ടർറൈറ്റർ എഗ്രി ടു സബ്സ്ക്രൈബ് ടു ദ അൺസബ്സ്ക്രൈബ്ഡ് പോർഷൻ ഓഫ് ദി ഇഷ്യൂ. പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ബാക്കിയുള്ളത് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളാം എന്ന് പറയുന്നതാണ് ഓപ്പൺ അണ്ടർറൈറ്റിംഗ്. ദെൻ ഓപ്ഷൻ സി, കംപ്ലീറ്റ് ഓർ ഫുൾ അണ്ടർറൈറ്റിംഗ് ആണ്. ദ എൻറ്റയർ ഇഷ്യൂ, അതായത് കമ്പനി എത്ര ഇഷ്യൂ ചെയ്യുന്നുണ്ട് അത് മൊത്തം എന്ത് ചെയ്യും, ഇവർ സബ്സ്ക്രൈബ് ചെയ്യുന്നു. എന്നിട്ട് അണ്ടർറൈറ്റർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, അവരത് തിരിച്ച് ആർക്ക്, പബ്ലിക്കിന് മറ്റൊരു പ്രൈസിൽ അവർ കൊടുക്കുന്നു. അപ്പോൾ ഫുള്ളി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുന്ന അണ്ടർറൈറ്റേഴ്സിനെയാണ് കംപ്ലീറ്റ് ഓർ ഫുൾ അണ്ടർറൈറ്റേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് പാർഷ്യൽ അണ്ടർറൈറ്റിംഗ് ആണ്. ഇവരെന്താ ചെയ്യുക, ഒൺലി എ പാർട്ട് ഓഫ് ദി ഇഷ്യൂ ഈ സബ്സ്ക്രൈബ്ഡ്. അവർ ചെയ്യുന്ന എന്താണ്, ഫുള്ളല്ല, അതിപ്പം ഫുള്ള് ചെയ്തില്ല, പാർട്ടാണ്, എത്രയാണോ കറസ്പോണ്ടിങ് പറയുന്ന പ്രകാരം അവർ പാർട്ട്ലി മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളെങ്കിൽ അവരെന്തറിയപ്പെടും, പാർഷ്യൽ അണ്ടർറൈറ്റിംഗ്. ഈ പാർഷ്യൽ അണ്ടർറൈറ്റേഴ്സ് അവരെത്രയാണെന്ന് സ്പെസിഫൈ ചെയ്താൽ ഈ പാർഷ്യൽ അണ്ടർറൈറ്റേഴ്സ് ആരാവും, ഫേം അണ്ടർറൈറ്റേഴ്സ് ആവും. അത് രണ്ടും മാറിപ്പോയത്. പാർഷ്യൽ അണ്ടർറൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫുള്ളി സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, പാർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ പാർട്ട് ചെയ്യുന്നവർ അവർ എത്രയാണോ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അത് സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ അണ്ടർറൈറ്റേഴ്സ് എന്തായി മാറി, ഫേം അണ്ടർറൈറ്റേഴ്സായി മാറി. ദ നെക്സ്റ്റ് സിൻഡിക്കേറ്റ് അണ്ടർറൈറ്റിംഗ് ആണ്. 2 or more underwriters form a group or syndicate to underwrite a large issue collectively. ഇവിടെ എന്താണ്, ഒരു അണ്ടർറൈറ്റേഴ്സ് അല്ല, ഒന്നിൽ കൂടുതൽ ഫേമുകൾ ഒന്നിച്ചൊരു സിൻഡിക്കേറ്റായി നിന്ന് ഒരു കമ്പനിയുടെ ഷെയർ മൊത്തം സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അവർ മൊത്തത്തിൽ എന്താ അറിയപ്പെടും, സിൻഡിക്കേറ്റ് അണ്ടർറൈറ്റിംഗ് എന്നാണ് അറിയപ്പെടുക. ഇവിടെ ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു അണ്ടർറൈറ്റർ ആയിരിക്കില്ല, ഒരാളായിരിക്കില്ല, ഒന്നിൽ കൂടുതൽ പേര് ഒന്നിച്ച് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നിച്ച് നിന്ന് ഞങ്ങൾ ഷെയർ സബ്സ്ക്രൈബ് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അവർ സിൻഡിക്കേറ്റ് അണ്ടർറൈറ്റിംഗ് ആയി. ദ നെക്സ്റ്റ് ആണ് സബ് അണ്ടർറൈറ്റിംഗ് ആണ്.
സബ് ബ്രോക്കേഴ്സ് എന്നൊക്കെ പറയില്ലേ, ഒരു അണ്ടർ റൈറ്ററിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവർ. എ മെയിൻ അണ്ടർ റൈറ്റർ മേ ഡിസ്ട്രിബ്യൂട്ട് പാർട്ട് ഓഫ് ദെയർ റിസ്ക് ടു സബ് അണ്ടർ റൈറ്റേഴ്സ്. അവരെന്ത് ചെയ്യും, മെയിൻ അണ്ടർ റൈറ്റർ എന്ത് ചെയ്യും, അവരുടെ റിസ്ക് എന്ത് ചെയ്യും, അവർ സബ് അണ്ടർ റൈറ്റേഴ്സിനും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവരെന്തായി മാറി, സബ് അണ്ടർ റൈറ്റിംഗ് എന്ന കോൺസെപ്റ്റിലോട്ട് മാറി. ഇതാണ് വേരിയസ് ടൈപ്സ് ഓഫ് അണ്ടർ റൈറ്റിംഗ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്? ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഗുഡ് വിൽ, ഓപ്ഷൻ ബി കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, ഓപ്ഷൻ സി കോപ്പിറൈറ്റ് ആൻഡ് പേറ്റൻറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. നോട്ട് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ് അല്ലാത്തതാണ് ചോദ്യം. അറിയാലോ, ഓപ്ഷൻ ഡി. എല്ലാം ഇൻടാഞ്ചിബിൾ അസറ്റാണ്, അതുകൊണ്ട് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ് ആണ് ആൻസറായി വരിക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ? ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമ്മൾ ബേസിക്കലി ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്താണെന്നും അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ് അറിഞ്ഞതാണ് ഈ ക്വസ്റ്റ്യൻ. കാരണം തന്നിരിക്കുന്നതൊക്കെ ഒബ്ജക്റ്റീവായിട്ട് തോന്നും. നോക്കാം, അല്ലെങ്കിൽ എന്താണ് ചില കേസുകൾ അങ്ങനെ തോന്നും. ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ഫോർ എലിമിനേറ്റിംഗ് കോമ്പറ്റീഷൻ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നതെന്നാണ് ആദ്യം പറയുന്നത്. ഓപ്ഷൻ ബി, ഫോർ എലിമിനേറ്റിംഗ് ഫിക്റ്റീഷ്യസ് അസറ്റ്. ഓപ്ഷൻ സി, ഫോർ സെക്യൂറിംഗ് ലാർജ് ഷെയർസ് ഇൻ ദി മാർക്കറ്റ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. ഇവിടെ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എപ്പോഴാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഫോർ എലിമിനേറ്റിംഗ് ഫിക്റ്റീഷ്യസ് അസറ്റാണ്. ഒരു കമ്പനി ഇൻറ്റേർണലി അവരുടെ ക്യാപിറ്റൽ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യുക, അവരെന്താണ് പല രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനാണ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ എലിമിനേറ്റിംഗ് ഫിക്റ്റീഷ്യസ് അസറ്റ്. നമ്മൾ തെറ്റായി കാണിച്ച ഫിക്റ്റീഷ്യസ് ആയിട്ട് അസറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. അപ്പം ആൻസർ ഫോർ എലിമിനേറ്റിംഗ് ഫിക്റ്റീഷ്യസ് അസറ്റാണ്. അപ്പം എന്തെല്ലാം ഒബ്ജക്റ്റീവ് ആണ് ബാക്കിയുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ: ടു ഓവർകം ഫിനാൻഷ്യൽ ക്രൈസിസ്. നമ്മൾ അല്ലേ, കമ്പനി ഫിനാൻഷ്യലി ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുക, അവരുടെ റിയൽ അസറ്റിൻ്റെ വാല്യൂ ഒന്നും അറിയില്ല, അല്ലെങ്കിൽ എന്താ അത് മാറിക്കിടക്കാം, അതൊക്കെ ഒന്ന് മാറ്റി ഫിക്റ്റീഷ്യസ് ആയതൊക്കെ ഒഴിവാക്കാനാണ് ഇത് ആക്ച്വലി ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ടു ഓവർകം ദ ഫിനാൻഷ്യൽ ക്രൈസിസ്, അവരുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഓവർകം ചെയ്യാനാണ് എന്ത് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, ടു ഡിസ്ക്ലോസ് ടു ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, ശരിയായത് എന്താണ്, ശരിയായ അസറ്റ് എത്ര, ശരിയായ ലയബിലിറ്റി ഇത്ര എന്ന ശരിയായ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കാനുണ്ട് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. ടു റൈറ്റ് ഓഫ് ഫിക്റ്റീഷ്യസ് അസറ്റ്, ഏറ്റവും ബേസിക്കായ ഒബ്ജക്റ്റീവാണ് റൈറ്റ് ഓഫ് ഫിക്റ്റീഷ്യസ് അസറ്റ്. ഫിക്റ്റീഷ്യസ് ആയ അസറ്റുകളും എന്താണ് റൈറ്റ് ഓഫ് ഒഴിവാക്കുക. ആക്ച്വലി അതില്ല, ഇല്ലാത്ത അസറ്റുകൾ വീണ്ടും ബാലൻസ് ഷീറ്റിൽ കിടക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള അസറ്റുകളൊക്കെ റൈറ്റ് ഓഫ് ചെയ്ത് കളയാനാണ് എന്ത് ബേസിക്കലി ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. ദെൻ ടു റെഡ്യൂസ് ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ടു റിയൽ വർത്ത്. ആക്ച്വലി ഷെയറിന് ഒരു വാല്യൂ ഉണ്ടാവുമല്ലോ, ആ യഥാർത്ഥത്തിലുള്ള ഫേസ് വാല്യൂയുടെ റിയൽ വർത്ത് എത്രയാണെന്ന് മനസ്സിലാക്കാനെന്നുണ്ട് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, ടു ക്രിയേറ്റ് കോൺഫിഡൻസ് എമംഗ് ഷെയർ ഹോൾഡർ. ഇതൊക്കെ ചെയ്യുന്ന എന്താണ്, അൾട്ടിമേറ്റായ ഷെയർ ഹോൾഡറുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ടൊന്നും കൂടെ പോവാം. ഇതിൽ എന്തുകൊണ്ട് ബാക്കിയുള്ള ഓപ്ഷൻസ് വന്നില്ല? ഫോർ എലിമിനേറ്റിംഗ് കോമ്പറ്റീഷൻ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണോ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത്? അല്ല, നമ്മളൊരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിലനിൽക്കുകയാണ്, നമ്മുടെ അസറ്റ് എത്രയാണെന്ന് ലയബിലിറ്റി ഒന്നും കറക്റ്റ് ഒരു വാല്യൂവിൽ കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ തിരുത്താൻ വേണ്ടിയാണ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത്, അല്ലാതെ കോമ്പറ്റീഷൻ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയല്ല. നെക്സ്റ്റ് പറയുന്ന ഓപ്ഷനാണ് ഫോർ സെക്യൂർ ലാർജ് ഷെയർസ് ഇൻ ദ മാർക്കറ്റിൽ ഷെയർ ലാർജാക്കി മാറ്റുന്നതിന് വേണ്ടി, അതുമല്ല. ആ ഒരു നമ്മൾ ലോസിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫേമുകളാണ് ബേസിക്കലി എന്ന് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനിലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് ഫോർ ഡിബഞ്ചർ ഇഷ്യൂ? ഡിബഞ്ചർ ഇഷ്യൂമായി റിലേറ്റ് ചെയ്തതിൽ കറക്റ്റ് അല്ലാത്ത, നോട്ട് കറക്റ്റ്, തെറ്റായത് ഏതാണെന്ന ചോദ്യം. ഓപ്ഷൻ എ, ഡിബഞ്ചർ ക്യാൻ ബി ഇഷ്യൂഡ് ഫോർ ക്യാഷ്. ഡിബഞ്ചർ നമുക്ക് ക്യാഷിൽ ഇഷ്യൂ ചെയ്യാം, ശരിയാണല്ലോ. ഓപ്ഷൻ ബി, ഡിബഞ്ചർ ക്യാൻ ബി ഇഷ്യൂഡ് ഇൻ ലീ ഓഫ് ഡിവിഡൻറ്റ്. ഡിവിഡൻറ്റിന് പകരമായിട്ട് നമുക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാമെന്ന്. ഓപ്ഷൻ സി, എ കമ്പനി ക്യാൻ ബൈ ഇറ്റ്സ് ഓൺ ഡിബഞ്ചേഴ്സ്. കമ്പനിക്ക് സ്വന്തം ഡിബഞ്ചർ തന്നെ വാങ്ങാം. ഓപ്ഷൻ ഡി, ഡിബഞ്ചർ ക്യാൻ ബി ഇഷ്യൂഡ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ക്യാഷിന് പകരം നമുക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാമെന്ന്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി, ഡിബഞ്ചർ ക്യാൻ ബി ഇഷ്യൂഡ് ഇൻ ലീ ഓഫ് ഡിവിഡൻറ്റ്. ഡിവിഡൻറ്റ് പകരമായിട്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ തെറ്റ്.
കാരണം ഡിവിഡൻറ്റിന് പകരം നമുക്ക് ഒരിക്കലും ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത്. ഇനി ബാക്കി സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിബഞ്ചർ ക്യാൻ ബി ഇഷ്യൂഡ് ഫോർ ക്യാഷ്. ക്യാഷിനാണ് നമുക്ക് എന്താണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം, അതൊരു ഡൗട്ടില്ല. ദെൻ സി, കമ്പനി ക്യാൻ ബൈ ഇറ്റ്സ് ഓൺ ഡിബഞ്ചേഴ്സ്. കമ്പനിയുടെ തന്നെ ഡിബഞ്ചർ വാങ്ങാമെന്ന്. ഏത് കേസിലായിരിക്കും അത് വരുന്നത്? ബൈബാക്കിൻ്റെ സമയത്ത്. ബൈബാക്ക് മീൻസ് റിഡംഷൻ്റെ സമയത്ത് കമ്പനിയുടെ തന്നെ ഒന്ന് തിരിച്ച് വാങ്ങുകയാണ് ചെയ്യുക. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ്, ഡിബഞ്ചർ ക്യാൻ ഇഷ്യൂഡ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. എപ്പോഴാണ് ക്യാഷിന് പകരം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന കേസുകൾ? ഈ വെൻഡേഴ്സിന്, സപ്ലയേഴ്സിനൊക്കെ നമ്മൾ എന്താണ് അസറ്റൊക്കെ വാങ്ങിയിട്ട് പകരം എന്ത് ചെയ്യും, ക്യാഷ് കൊടുക്കുന്നതിന് പകരം അവർക്ക് എന്ത് വരും, നമ്മുടെ ഡിബഞ്ചർ തന്നെ കൊടുക്കുന്നു. ആ സിറ്റുവേഷൻ അതും പോസിബിളാണ്. അതുകൊണ്ട് അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഡിബഞ്ചർ ക്യാൻ ബി ഇഷ്യൂഡ് ഇൻ lieu ഓഫ് ഡിവിഡൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേ ഔട്ട് റേഷ്യോ indicate as to option A, what proportion of net profit has been used for paying dividend? Option B, what proportion of revenue has been used for meeting expenses? Option B, what proportion of earning per share has been used for paying dividend? Option D, what proportion of net profit has been used for paying interest and tax? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, വാട്ട് പ്രൊപ്പോർഷൻ ഓഫ് ഏർണിംഗ് പെർ ഷെയർ ഹാസ് ബീൻ യൂസ്ഡ് ഫോർ പേയിങ് ഡിവിഡൻഡ്. പേ ഔട്ട് റേഷ്യോ എന്താണെന്ന് ചോദ്യം. അപ്പോൾ പേ ഔട്ട് റേഷ്യോൻ്റെ ഫോർമുല ജസ്റ്റ് ഒന്ന് നോക്കാം. പേ ഔട്ട് റേഷ്യോ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിവിഡൻഡ് ഡിവൈഡ് ബൈ നെറ്റ് ഇൻകം. മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്ര ഡിവിഡൻ്റായിട്ട് നമുക്ക് കിട്ടിയ ഏർണിങ്സിൽ നിന്ന് എത്ര എമൗണ്ട് നമ്മൾ ഡിവിഡൻ്റായിട്ട് കൊടുക്കുന്നു, ആ റേഷ്യോനെയാണ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുക. അതുകൊണ്ടാണ് എത്ര കൊടുക്കുന്നു എന്നാണ് ന്യൂമിനേറ്ററായി വന്നിരിക്കുന്നത്. ടോട്ടൽ ഡിവിഡൻഡ് ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ എന്താണ്, നെറ്റ് ഇൻകം. നമുക്ക് കിട്ടിയ നെറ്റ് ഇൻകത്തിൽ എത്ര കൊടുക്കുന്നു ഡിവിഡൻ്റായിട്ട്, ടോട്ടൽ ഡിവിഡൻഡ് ഡിവൈഡ് ബൈ നെറ്റ് ഇൻകം. ഇനി അതല്ല, അതൊരു ഷെയറിൻ്റെ പെർ യൂണിറ്റിൻ്റെ കേസിൽ പെർ ഷെയറിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ പേ ഔട്ട് റേഷ്യോ നമുക്ക് എന്താ പറയുക, ഡിവിഡൻഡ് പെർ ഷെയർ, ഒരു ഷെയറിന് എത്ര ഡിവിഡൻഡ് കൊടുക്കുന്നു ഡിവൈഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ, ഒരു ഷെയറിന് എത്ര ഏർണിങ്സ് കിട്ടി, അത് ആ റേഷ്യോ ആയിരിക്കും പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്രയേ ഉള്ളൂ, നമുക്ക് കിട്ടിയ ഏർണിങ്സിൽ നിന്ന് എത്ര ഡിവിഡൻ്റായിട്ട് കൊടുക്കുന്നു, ആ റേഷ്യോനെയാണ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഓപ്ഷൻ സി അല്ലേ? നോക്കിയാൽ ഓപ്ഷൻ സി എന്ന് നോക്കിയാൽ വാട്ട് പ്രൊപ്പോർഷൻ ഓഫ് ഏർണിംഗ് പെർ ഷെയർ ഹാസ് ബീൻ യൂസ്ഡ്. ഏർണിങ്സിൻ്റെ എത്ര പ്രൊപ്പോർഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു എന്തിന്, ഫോർ പേയിങ് ഡിവിഡൻഡ് പേ ചെയ്യുന്നതിന് വേണ്ടി ഏർണിങ്സിൻ്റെ എത്ര പ്രൊപ്പോർഷൻ യൂസ് ചെയ്യുന്നു, അതല്ലേ കറക്റ്റ്. ബാക്കി ഓപ്ഷൻസൊക്കെ നോക്കി വെച്ചാൽ അതൊക്കെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അപ്പം കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, വാട്ട് പ്രൊപ്പോർഷൻ ഓഫ് ഏർണിംഗ് പെർ ഷെയർ ഹാസ് ബീൻ യൂസ്ഡ് ഫോർ പേയിങ് ഡിവിഡൻഡ്. പേ ഔട്ട് റേഷ്യോ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.